പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വന്യമൃഗശല്യം രൂക്ഷം. ഒളികല്ല് വരമ്പത്ത് വളർത്തുനായയെ വന്യമൃഗം കടിച്ചുകൊന്നു. കടുവയാണെന്ന് നാട്ടുകാർ സംശയമുന്നയിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാനയും ഇവിടെ ഇറങ്ങിയിരുന്നു. ആദിയോടെയാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായ വടശ്ശേരിക്കരയിലുള്ളവരുടെ ദൈനംദിന ജീവിതം. ഏതു സമയത്തും വന്യമൃഗ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഓരോരുത്തരും. ഇന്നലെ രാത്രിയോടെ ഒളികല്ല് വരമ്പത്ത് സൂസി മോഹന്റെ വളർത്തുനായയെ വന്യമൃഗം ആക്രമിച്ചു കൊന്നു. 10:30 ആക്രമണം. വളർത്തുനായയെ കൊന്നത് കടുവയാണെന്ന സംശയത്തിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പട്ടിയാണ് ഈ രാത്രിയിൽ കടുവ പിടിച്ചത്. അവർ വിളിച്ചു പോയിട്ട് ഞങ്ങൾ കേൾക്കാൻ ഒത്തില്ല. അതുകൊണ്ട് യാതൊരു നിവൃത്തി ഉണ്ടായില്ല. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്, സാധുക്കളായ മനുഷ്യരാണില്ല. ഒരു നിവൃത്തിയില്ല. വനപാലകരെ അറിയിച്ചു. അവർ വന്നു. എന്താ ചെയ്തെന്ന് അറിയത്തില്ല, എന്തു ചെയ്യുമെന്നും അറിയത്തില്ല. അങ്കമാട് തൊട്ടുമേളത്തെ വീട്ടില ഈ കഴിഞ്ഞ രാത്രി വന്ന് പട്ടിയെ പിടിച്ചത്. കടുവയാണെന്നാണ് പറയുന്നത്. ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ട് പോയി. ഒരു ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു. ഒളികല്ല്, കുമ്പളത്താമണ്ണ് പ്രദേശങ്ങളിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചെങ്കിലും നടന്നില്ല. പ്രദേശത്ത് കാട്ടാനയുടെ ശല്യവും രൂക്ഷമാണ്. കാട്ടാനയ്ക്കൊപ്പം കടുവ കൂടിയെത്തിയതോടെ വലിയ ഭീതിയിലാണ് ഇവിടുത്തുകാരുടെ ജീവിതം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.